8 മിനിറ്റിൽ ഒരു സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ കാരണമുള്ള ഡെത്തും. ഒരു ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദത്തിന് പ്രാഥമികമായിട്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. പൊതുവേ പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് കീമോതെറാപ്പിയുടെ ആവശ്യം വരുമോ ഇല്ലയോ? എൻ്റെ പേര് ഡോക്ടർ അനീഷ് സൂണൻ. ഞാൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ബ്രസ്റ്റ് ആൻഡ് എൻഡോക്രൈൻ സർജനാണ്. സ്ത്രീകൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദ ക്യാൻസർ. ഏകദേശം 25 തൊട്ട് 30% എല്ലാ ക്യാൻസറുകൾ സ്ത്രീകളിൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. എല്ലാം 4 മിനിറ്റിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ഡയഗ്നോസിസും എല്ലാം 8 മിനിറ്റിൽ ഒരു സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ കാരണമുള്ള ഡെത്തും യൂഷ്വലി നമ്മൾ കാണാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ കാണുന്നത് വേദനയില്ലാത്ത ഒരു മുഴയോ ഒരു തടിപ്പോ. പിന്നീടുള്ള രോഗലക്ഷണങ്ങളാണ് സ്കിന്നിൽ അഥവാ ബ്രസ്റ്റിലുള്ള തൊലിയിലുള്ള മാറ്റങ്ങൾ, കല്ലിപ്പുകൾ, നിപ്പിളിലുള്ള അടുത്തായിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിപ്പിളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് അഥവാ വെള്ളം. അത് കൂടാതെ നമ്മുടെ കഷത്തിലുള്ള മുഴകളായിട്ട് ചിലവർ വരാം. ചിലവർ ബ്രസ്റ്റ് ക്യാൻസർ സ്പ്രെഡ് ചെയ്ത രോഗലക്ഷണങ്ങളുമായിട്ടും വരാം. എന്ന് വെച്ചാൽ എല്ലിലേക്ക് സ്പ്രെഡ് ചെയ്താൽ നടുവേദന, ലങ്സിലേക്ക് സ്പ്രെഡ് ചെയ്താൽ ചുമ അഥവാ ചുമയും കഫവും, കഫത്തിൽ സാധാരണ രീതിയിൽ ഒരു രക്തം കലർന്ന അംശമാണ് വരിക. പിന്നെ വളരെ റെയർലി ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്താലോ അഥവാ നമ്മുടെ ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്ത സിംറ്റംസും വരാം. പൊതുവേ ബ്രസ്റ്റ് ക്യാൻസർ മുഴകൾക്ക് വേദന അഥവാ വേദന ഇല്ലാത്ത മുഴകളാണ് പൊതുവേ ബ്രസ്റ്റ് ക്യാൻസർ വെച്ചിട്ട് നമ്മൾ കാണാറുള്ളത്. എന്നാലും ഏകദേശം ഒരു 3 തൊട്ട് 5% വരെയുള്ള പേഷ്യൻസിന് മുഴകൾക്ക് വേദനയും വരാം. ഒന്ന്, മാറി നിൽക്കുന്നൊരു രോഗം അഥവാ ബ്രസ്റ്റിനുള്ളിലുള്ള ഒരു ലീഷൻ അല്ലെങ്കിൽ ഒരു ലംപ്. രണ്ടാമത്തത് മാറിലും കഷത്തിലേക്കും പടർന്നിട്ടുള്ള ഒരു ക്യാൻസർ. മൂന്നാമത്തതാണ് സ്റ്റേജ് 4 ക്യാൻസർ അഥവാ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ നിന്നും ക്യാൻസർ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. സാധാരണ തോതിൽ ബ്രസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന അവയവങ്ങളാണ് ഒന്ന് നമ്മുടെ നട്ടെല്ലുകൾ അഥവാ വെർട്ടിബ്ര, പിന്നുള്ള കോമൺ സൈറ്റ്സ് ആണ് ലങ്സ്, ലിവർ, പിന്നെ അപൂർവമായിട്ടും ബ്രെയിനിലേക്കും ഇത് സ്പ്രെഡ് ചെയ്യാം. ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് പല രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്. കോമൺ ആയിട്ട് ഒരു ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ് 4 ഡിവൈഡ് ചെയ്യാം. 1 സർജറി, 2 കീമോതെറാപ്പി, 3 റേഡിയേഷൻ തെറാപ്പി, 4 എൻഡോക്രൈൻ തെറാപ്പി. വളരെ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ അഥവാ വളരെ ചെറിയ മാറിൽ മാത്രം നിൽക്കുന്ന ഒരു മുഴയ്ക്ക് നമുക്ക് മാറ് വെച്ചുകൊണ്ടുള്ളൊരു ഓപ്പറേഷൻ ചെയ്യാം. ഇതിനെയാണ് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മാറിലിരിക്കുന്ന ക്യാൻസറിൻ്റെ അംശം പൂർണ്ണമായിട്ട് എടുക്കുകയും അതിൻ്റെ കൂടെ ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ബ്രസ്റ്റിൻ്റെ അംശം കൂടെ ചേർത്തെടുത്താൽ മാറ് വെച്ചുകൊണ്ട് അധികം പുറമേ മാറിപ്പോയ ഒരു മാനസികാവസ്ഥ ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാം. ഇത് പൊതുവേ നമ്മൾ ചെറിയ മുഴകൾക്കാണ് നമ്മൾ പറയാറുള്ളത്. അടുത്ത ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സർജറിയാണ് മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റെക്ടമി. ഈ സർജറി നമ്മൾ സാധാരണ രീതിയിൽ മാറിലും കഷത്തിലേക്കും പടർന്നിട്ടുള്ള ഒരു മാറിൻ്റെ ക്യാൻസറിലാണ് പൊതുവെ പറയാറ്. ഈ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാറ് പൂർണ്ണമായി എടുക്കുകയും കഷത്തിനടിയിലുള്ള കഴലകൾ അഥവാ ലിംഫ് നോഡിലേക്ക് സ്പ്രെഡ് ചെയ്ത ക്യാൻസറിൻ്റെ മുഴകൾ പൂർണ്ണമായിട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. ഏർലി ബ്രസ്റ്റ് കാർസിനോമ അല്ലെങ്കിൽ മാറിൽ മാത്രം നിൽക്കുന്ന ചെറിയ മുഴകൾക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ കഷത്തിൻ്റെ അടിയിലുള്ള കഴലകൾ എല്ലാവർക്കും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതിനെ സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഇതിൽ നമ്മൾ മാറിൽ ഒരു ചെറിയ ഒരു ബ്ലൂ ഡൈ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മാറിൽ നിന്ന് ആദ്യമായിട്ട് കഷത്തിലേക്ക് പോകുന്ന ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അംശം ആദ്യമായിട്ട് കാണുന്ന ലിംഫ് നോഡുകൾ ഏകദേശം 3-4 എണ്ണവും ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമ്മളതിനെ പരിശോധിച്ച് നോക്കും. അതിൻ്റെ അകത്ത് ക്യാൻസറിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആക്സില അഥവാ കഷത്തിലേക്കുള്ള കഴലുകൾ പൂർണ്ണമായിട്ട് എടുക്കും. ഈ പ്രൊസീജിയറിനെ പറയുന്നതാണ് സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി. കീമോതെറാപ്പി ബ്രസ്റ്റ് ക്യാൻസറിൽ 3 രീതിയിലാണ് അല്ലെങ്കിൽ 3
ഇൻസിഡൻസിലാണ് നമ്മൾ പൊതുവെ കൊടുക്കാറ്. ഒന്ന്, ഓപ്പറേഷന് മുന്നേ കൊടുക്കുന്ന കീമോതെറാപ്പി, അതിനെ നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറയും. 2, ഓപ്പറേഷന് ശേഷം കൊടുക്കുന്ന കീമോതെറാപ്പി, അതിനെ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറയും. 3ാമത്തെ ടൈപ്പ്, രോഗം പൂർണ്ണമായിട്ടും നമ്മുടെ പല അവയവങ്ങൾ സ്പ്രെഡ് ചെയ്ത ആൾക്കാർക്ക് പാലിയേറ്റീവ് കീമോതെറാപ്പിയും കൊടുക്കാറുണ്ട്. എന്താണ് നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി? പൊതുവെ വളരെ വീര്യത കൂടിയ മുഴകൾക്കും അല്ലെങ്കിൽ വലിയ ബ്രസ്റ്റ് മുഴകൾക്കും നമ്മൾ കീമോതെറാപ്പി ഓപ്പറേഷന് മുന്നേ കൊടുത്ത് മുഴയുടെ സൈസ് കുറയ്ക്കുകയും അതിനെ അലിയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി. നിയോ അഡ്ജുവൻറ്റ് കീമോതെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ 3 റെസ്പോൺസാണ് നോക്കാറ്. 1, ആ മുഴ പൂർണ്ണമായിട്ടും അലിഞ്ഞു പോവുക. 2, അത് ഒന്നെങ്കിൽ സെയിം സൈസായിട്ടിരിക്കാം അല്ലെങ്കിൽ ചെറുതായിട്ടൊരു വ്യത്യാസം വരാം. 3ാമത്തതാണ് വീര്യത കൂടിയ മുഴകൾ കീമോതെറാപ്പിയുടെ സമയത്ത് തന്നെ അത് വലുതാവുകയും ചെയ്യാം. റേഡിയേഷൻ തെറാപ്പിയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് എല്ലാവർക്കും വേണ്ടി വരില്ല. അപ്പോൾ ആർക്കാണ് ഈ റേഡിയേഷൻ തെറാപ്പി വേണ്ടി വരാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ മാറ് വെച്ചുകൊണ്ടുള്ള ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഓപ്പറേഷനിൽ പൊതുവേ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ആ മാറിന് നമ്മൾ റേഡിയേഷൻ തെറാപ്പി നിർബന്ധമായി കൊടുക്കേണ്ടിയിരിക്കും. 2ാമത്തെ ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ തെറാപ്പി നമ്മൾ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ കഷത്തിലെ കഴലകൾ അഥവാ ലിംഫ് നോഡിൽ ക്യാൻസറിൻ്റെ അംശം അമിതമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷത്തിലേക്കുള്ള റേഡിയേഷനും എടുക്കേണ്ടിയിരിക്കും. 3ാമത്തെ ടൈപ്പാണ് നമ്മൾ മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് കാർസിനോമ അഥവാ സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ പല അവയവങ്ങളിൽ സ്പ്രെഡ് ആയിരിക്കുമ്പോൾ, എക്സാമ്പിൾ നമ്മുടെ ബോണിലേക്ക് പോയിരിക്കുന്ന ഒരു ക്യാൻസറിൻ്റെ വേദന കുറയ്ക്കാനും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റായിട്ടും റേഡിയേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റിന് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ, എൻഡോക്രൈൻ തെറാപ്പി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രോഗം വേറെ എവിടെയും ഇല്ലെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ആ പേഷ്യൻ്റ് അതിനുശേഷം ഒരു ലൈഫ് ലോങ് ഫോളോ അപ്പിലായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ 6 മാസം കൂടൊപ്പം ഒരു മെഡിക്കൽ ഓൺകോളജിസ്റ്റിനെ കാണുകയും എല്ലാ 1 വർഷം കൂടൊപ്പം നമ്മൾ നേരത്തെ ഓപ്പറേഷൻ ചെയ്തും മരുന്നും കീമോതെറാപ്പി എടുത്ത് മാറ്റിയ ക്യാൻസറുടെ അംശം എന്തെങ്കിലും തിരിച്ചു വന്നോ ഇല്ലയെന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ നോർമലായിട്ടിരിക്കുന്ന മറ്റേ സൈഡിലെ മാറിൽ എല്ലാ വർഷം കൂടൊപ്പം ഒരു മാമോഗ്രാം, നെഞ്ചിൻ്റെ ഒരു എക്സ്റേ, വയറിൻ്റെ ഒരു സ്കാൻ. ആദ്യത്തെ 10 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ ചെയ്തതിന് ശേഷം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ ആ ട്രീറ്റ്മെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മോണിറ്ററിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അഥവാ കീമോതെറാപ്പിയും റേഡിയേഷൻ ചെയ്ത് എല്ലാം മാറ്റിയ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അംശം തിരിച്ചു വരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ഉറപ്പ് വരുത്തണം.